അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അവൻ്റെ ഗ്രാജുവേഷൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ട ദിവസം. അപ്പോൾ അവൻ അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ക്ലൗൺ രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട്, നീ ഈ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാനാണ് നിർബന്ധിച്ചെടുത്തത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറ്റം പറഞ്ഞ് വരരുത് എന്നുള്ള രീതി പറയുന്നുണ്ട്. ഈ ഫോട്ടോയും കൊണ്ട് ഹൊക്കാഗയുടെ അടുത്ത് പോകുമ്പോൾ ഈ ഫോട്ടോ അനുവദിക്കില്ല, നിന്നെ ആരാന്ന് പറഞ്ഞിട്ടാണ് ഇതിലുള്ള ആൾക്കാർ തിരിച്ചറിയുക. നമ്മൾ ഈ ഫോമിൽ വയ്ക്കുന്ന ഓരോ പിക്ചേഴ്സും അടുത്ത മിഷൻസിന് ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ പിക്ചറാണ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ആരാന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് ഒരു ഫോട്ടോ പോയി എടുക്കാൻ പറയും. അപ്പോൾ നാരൂട്ടോയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വരും. അവ അപ്പം തന്നെ സെക്സി ജിറ്റ്സു ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഹൊക്കാഗയുടെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് അവിടെ തലയിറങ്ങി വീഴും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഇങ്ങനത്തെ ജുറ്റ്സു ഒന്നും നീ യൂസ് ചെയ്യരുത് എന്ന് പറയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ കോണഹാമറു എന്ന് പറയുന്ന ഒരു കുട്ടി അതിനകത്തേക്ക് കയറി വരികയാണ്. അത് ഹൊക്കാഗയുടെ ഗ്രാൻഡ് സൺ ആണ്. അപ്പോൾ ഹൊക്കാഗെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഗ്രാൻഡ് സൺ അടുത്തൊരു തലവേദനയാണ് എന്നുള്ള രീതി വിചാരിക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ നാരൂട്ടോയുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇതേ സമയം തന്നെ നാരൂട്ടോ ആണെങ്കിൽ 2 ഇടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീ ഹൊക്കാഗയുടെ ഗ്രാൻഡ് സൺ ആയാലും അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ മെക്കിട്ട് ചൊറിയാൻ വന്നാൽ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട് 2 ഇടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ എലൈറ്റ് ജോനിനായിട്ടുള്ള എബീസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനുണ്ട്. അദ്ദേഹമാണ് കോണഹാമറുവിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോണഹാമറുവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഹൊക്കാഗെ ആവണം എന്നാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ 3rd ഹൊക്കാഗേനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഓരോ കോപ്രായം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ നാരൂട്ടോനെ 9 ടൈൽ ഫോക്സ് ആയിട്ടാണ് ആ എബീസു കാണുന്നത്. അതേപോലെ തന്നെ നാരൂട്ടോയുടെ അടുത്ത് പോവരുതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോണഹാമറുവിൻ്റെ അടുത്ത് ജോനിനായിട്ടുള്ള അദ്ദേഹം പറയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് കോണഹാമർ അവിടെ നിന്ന് മുങ്ങും. എന്നിട്ട് നാരൂട്ടോയുടെ പിന്നാലെ പോകും. എന്നിട്ട് പറയും, നിങ്ങൾ എന്നെ ട്രെയിൻ ചെയ്യണം, എനിക്ക് ആ സെക്സി ജിറ്റ്സു പഠിക്കണം, അതെങ്ങനെയെങ്കിലും പഠിപ്പിച്ചു തരണം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ നാരൂട്ടോ പറയുന്നുണ്ട്, ആദ്യം കാറ്ററേനെ കുറിച്ച് പഠിക്കണം എന്ന് പറയാണ്. അപ്പോൾ പറയാണ്, കാറ്ററയാണോ ചക്രയാണോ എന്നുള്ള രീതി കോണഹാമർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചക്രേനെ കുറിച്ച് പറയാണ് കോണഹാമർ. ചക്ര എന്ന് പറയുന്ന ഒരു എലമെൻ്റൽ ഫോഴ്സാണ്. അപ്പോൾ അതും ഫിസിക്കൽ സ്ട്രെങ്ത്തും കൂടി ചേരുമ്പോഴാണ് ഓരോ ഹാൻഡ് സൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ജുട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാരൂട്ടോയ്ക്ക് അറിയില്ല, പക്ഷേ അവന് പ്രാക്ടിക്കലി ഒരുപാട് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ജുട്സ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ജുട്സ് ആയിട്ട് ഒരു പെണ്ണിൻ്റെ വേഷത്തിൽ മാറാൻ പറയുമ്പോൾ കോണഹാമർ മാറുന്ന ഒരു വല്ലാത്ത വേഷത്തിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അവിടുത്തെ ആ സ്ത്രീയാണെങ്കിൽ വന്നിട്ട് നാരൂട്ടോനെ പഞ്ഞിക്കിടും. അത് ഞാനാണെന്നാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പഞ്ഞിക്കിടും. അതിനുശേഷം നമുക്ക് ജുട്സുവിൻ്റെ അടുത്ത ഭാഗം പഠിക്കാം, ട്രാൻസ്ഫോർമേഷൻ്റെ അടുത്ത ഭാഗം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് സ്റ്റാളിൻ്റെ അകത്ത് പോയിട്ട് അവിടെ ഫുള്ള് ഗേൾസിൻ്റെ തുണ്ടുപടങ്ങളാണ്, അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ അവിടുത്തെ ബുക്ക് സ്റ്റാളിൻ്റെ ഓണർ നാരൂട്ടോനെ തല്ലി പഞ്ഞിക്കിട്ട് ചവിട്ടി പുറത്താക്കും. അപ്പോൾ ഈ സമയത്തൊന്നും കോണഹാമറിന് ചവിട്ടൊന്നും കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ 3rd ഹൊക്കാഗയുടെ ഗ്രാൻഡ് സൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ലാസ്റ്റ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും ട്രാൻസ്ഫോം ആയിട്ട് നേരെ പെമ്പിള്ളേർ കുളിക്കുന്ന സ്ഥലത്ത് കയറിപ്പോവും. അപ്പോൾ അവിടെ നിന്നും പൊതിരെ കിട്ടും. അതിനുശേഷം ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിൻ ചെയ്യുമ്പോൾ കോണഹാമർ അപ്പോഴും ട്രാൻസ്ഫോം ആവുന്നത് വേറെ രീതിയിലൊക്കെയാണ്. അപ്പോൾ നാരൂട്ടോ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി കർവി ആയിട്ട് വേണം, കുറച്ചുകൂടി സ്ലിം ആയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കോണഹാമർ പറയുന്നുണ്ട്, എനിക്ക് ഹൊക്കാഗെ ആവണമെന്ന് ഞാൻ പറയാൻ കാരണം എന്നെ എല്ലാവരും ഗ്രാൻഡ് സൺ, ലോർഡ് ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു പേരുണ്ട് കോണഹാമർ എന്നുള്ള, അത് വിളിക്കണം. അപ്പോൾ ഞാൻ ആരാന്ന് തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹൊക്കാഗെ ആവണം എന്ന് പറയണം. അപ്പോൾ നാരൂട്ടോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവനെ ഇവിടെയുള്ള എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ പറയാണ്, നിനക്ക് ഹൊക്കാഗെ ആവണമെങ്കിൽ നീ എന്നെ തോൽപ്പിക്കണം, അതുപോലെ നീ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണം, ഹൊക്കാഗെ ആവണമെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതി പറയും. ഇതേ സമയം ഇറൂക്ക സെൻസയും ഹൊക്കാഗയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഗ്രാജുവേഷൻ്റെ ഫോം കൊണ്ടുവന്ന് തന്നോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നാരൂട്ടോ കൊണ്ടുവന്ന് തന്നു എന്ന് പറയാണ്. അപ്പോൾ ഇറൂക്ക പറയണം, ഇനി ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും മാറി ചിന്തിക്കുമല്ലോ, അവൻ എന്തായാലും ഗനീനായില്ലേ എന്ന് പറയണം. അപ്പോൾ ഹൊക്കാഗെ പറയണം, എനിക്ക് തോന്നുന്നില്ല. 4th ഹൊക്കാഗെ ആ 9 ടൈൽസിനെ ഇപ്പോൾ ജനിച്ച ഒരു കുട്ടിയുടെ ശരീരത്തേക്ക് സീൽ ചെയ്തു. അത് നമ്മുടെ നാരൂട്ടോയുടെ ശരീരത്തിലാണ് സീൽ ചെയ്തത്. അപ്പോൾ നാരൂട്ടോയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വില്ലേജിനെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ആൾക്കാരെല്ലാവരും അവനെ ഒരു ഡീമൻ ഫോക്സ് ആയിട്ടും അതുപോലെ ഡീമനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതുപോലെ അവൻ്റെ അടുത്ത് കൂട്ടുകൂടണ്ടെന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 12 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിന് അതൊന്നും അറിയത്തില്ല. മേ ബി അവിടെ ഒരു ചാൻസ് ഉണ്ടാവാം, അവൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പം പറ്റുമായിരിക്കും. പക്ഷേ അവൻ ഒരിക്കലും ദുഷ്ടനായ രീതിയിൽ മാറാൻ പാടില്ല, അവൻ മാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഹൊക്കാഗെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, 4th ഹൊക്കാഗയുടെ ആഗ്രഹം എല്ലാവരും അവനെ ഹീറോ ആയിട്ട് കാണണമെന്നായിരുന്നു. അപ്പോൾ ഇതേ സമയം തന്നെ എബീസു ആണെങ്കിൽ ഇവർ രണ്ടുപേരെ കണ്ടുപിടിക്കും. അപ്പോൾ ഇതേ സമയം കോണഹാമർ ആണെങ്കിൽ ട്രാൻസ്ഫോമായി പെണ്ണായി മാറുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവനെ കാണിച്ചത്, ഇവന് നീ എന്ത് ട്രെയിനിങ്ങാണ് കൊടുത്തത്, ഇതൊക്കെ ഫൂളിഷ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് എന്നുള്ള രീതി പറയണം. അങ്ങനെ കോണഹാമറിനെ വലിച്ചെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ ഇതേ സമയം തന്നെ നറൂട്ടോയും എബീസോയും തമ്മിൽ ഇടയിൽ ഫൈറ്റ് ആവാൻ വേണ്ടി നോക്കുക. അപ്പോൾ എബീസ് പറയാണ്, നിനക്കെന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ജോനി ലെവലുള്ള എലൈറ്റ് ട്രെയിനർ നിഞ്ചയാണ് എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ നറൂട്ടോ ആണെങ്കിൽ ഷാഡോ ക്ലോൺ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സെക്സി ജുറ്റ്സ് ഉണ്ടാക്കിയാണ്. അതിന് ശേഷം അപ്പോൾ തന്നെ അവൻ തലകറങ്ങി വീഴുകയാണ്, മൂക്കിൽ നിന്നൊക്കെ ചോര വന്നിട്ട്. അപ്പോൾ ഇതെല്ലാം ഹൊക്കാഗെ ഒരു ഗ്ലോബ് പോലത്തെ സാധനത്തിൽ ഇരുന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഭയങ്കര ഫൂളിഷ് ആയിട്ടുള്ള ജുറ്റ്സു ആയിപ്പോയി ഇത് എന്നുള്ള രീതി പറയാണ്.